വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാത്ത ജീവിതം എത്രയും നല്ല മനസ്സോടെ കേൾക്കണം. വളരെയധികം ആളുകൾക്ക് വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഒരു കുഞ്ഞിന്റെ വരവ്. എന്നാൽ ചിലർക്ക് ആ സന്തോഷം ലഭിക്കാറില്ല. ആരോഗ്യ പ്രശ്നങ്ങളായാലും സ്വമേധയായും ജീവിത സാഹചര്യങ്ങളായാലും. പക്ഷേ കുട്ടികളില്ലാത്ത ദാമ്പത്യ ജീവിതം എന്തുകൊണ്ടും അപൂർണമല്ല. ഇത് മറ്റൊരു രീതിയിലുള്ള പൂർണ്ണതയാണ്. അത് കാണാനും കാണിക്കാനുമുള്ള മനസാക്ഷിയും ധൈര്യവുമാണ് നമ്മളെ അതിജീവിപ്പിക്കുന്നത്. സ്നേഹത്തിന് ഒരളവുമില്ല. കുഞ്ഞില്ലെന്ന് വെച്ച് ആ കുടുംബത്തിൽ സ്നേഹം കുറയുമോ? ഇല്ല. ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം, പരസ്പര ബഹുമാനം, ജീവിതത്തെ ഒന്നിച്ചാസ്വദിക്കാനുള്ള മനോഭാവം, ഇതൊക്കെയാണ് യഥാർത്ഥം. സമൂഹം ചോദിക്കും, കുഞ്ഞില്ലേ? അതെ, ചോദ്യങ്ങളുണ്ടാകും, കുറെ വിവാദങ്ങളുണ്ടാകും. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ജീവിതം കൈവിടേണ്ടതില്ല. സന്താനമില്ലെങ്കിൽ പിന്നെ എന്ത്? നമുക്ക് സ്വന്തം ജീവിതം സ്വതന്ത്രമായി സമൃദ്ധിയായി ജീവിക്കാം. കുട്ടികളില്ലാത്ത ദാമ്പത്യബന്ധം കൂടുതൽ സമയം പരസ്പര സന്തോഷത്തിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. യാത്രകൾ, പുതിയ പരിചയങ്ങൾ, സാമൂഹിക പ്രവർത്തനം, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം ആജീവനാന്തമായി ചെയ്യാം. അനാഥ കുട്ടികൾക്ക് മാതാപിതാക്കളാകാം. സമൂഹത്തിന് ഒരു മാതൃകയായി തീരാം. ജീവിതം ഓരോരുത്തർക്കും വേറിട്ടതാണ്. പൂർണ്ണത എന്നത് സമൂഹം നിർവചിച്ചതല്ല. നമുക്ക് വേണ്ട പൂർണ്ണത നമ്മൾ തന്നെ നിർവചിക്കണം. കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയതാണ് ജീവിതമുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രേരണയായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയൂ. അത് മറ്റുള്ളവർക്ക് സഹായകമാകും. താങ്ക് യു.